കാലം തെറ്റിയ പൂക്കാലത്തിൽ പൊലിഞ്ഞ പൂക്കളെ സുഗന്ധമുള്ളതാക്കി എരവത്തൂരിലെ സ്ത്രീ കൂട്ടായ്മ. ഉണങ്ങിയ ചെണ്ടുമല്ലി പൂക്കൾ ഉപയോഗിച്ച് ഇവർ നിർമ്മിച്ച ചന്ദനത്തിരികൾ വിപണിയിൽ ഹിറ്റാണ്. കഴിഞ്ഞ വർഷം ഓണക്കാല വിപണി ലക്ഷ്യമിട്ട് കൃഷിയിറക്കിയ ചെണ്ടുമല്ലി ചെടികൾ 1.5 മാസം മുൻപ് പൂവണിഞ്ഞപ്പോൾ ആർക്കും വേണ്ടാതായെങ്കിലും എരവത്തൂരിലെ സ്ത്രീ കൂട്ടായ്മയിലെ അംഗങ്ങൾ നിരാശരായില്ല. എരവത്തൂർ സ്വദേശി മാട്ടാലുക്കൽ വീട്ടിൽ അബിതയും സുഹൃത്തുക്കളായ വിദ്യ മനോജ്, ബേബി പ്രേമൻ, മിനി സുബ്രഹ്മണ്യൻ എന്നിവരും ചേർന്ന് ചെണ്ടുമല്ലിപ്പൂക്കളെ ഉണക്കി സൂക്ഷിച്ചു. പിന്നീട് അബിത കാർഷിക സർവകലാശാലയിൽ പരിശീലനം നേടി ചന്ദനത്തിരി നിർമ്മാണത്തിലേക്ക് കടന്നപ്പോൾ ഉണക്കിയ ചെണ്ടുമല്ലിപ്പൂക്കളെ പ്രയോജനപ്പെടുത്തി. ഈ ഓണത്തിന് ഇവർ ചെണ്ടുമല്ലി കൃഷി ചെയ്തില്ലെങ്കിലും കഴിഞ്ഞ വർഷത്തെ ഉണക്കിയ പൂക്കൾ ഉപയോഗിച്ച് ചന്ദനത്തിരി വിപണിയിലിറക്കി. 10 സെന്റ് സ്ഥലത്ത് നിന്ന് വിളവെടുത്ത 75 കിലോയോളം പൂക്കളാണ് ഇതിനായി ഉപയോഗിക്കുന്നത്. കഴിഞ്ഞ വർഷം ചെണ്ടുമല്ലി കൃഷി ചെയ്തിട്ട് മുഴുവനായിട്ട് വിറ്റുപോയില്ല. കാരണം ഞങ്ങളുടെ പൂ നേരത്തെ ആയിട്ടുണ്ടായിരുന്നു. മിച്ചം വന്നപ്പോൾ എന്ത് ചെയ്യണം എന്നുള്ളൊരു ആശങ്കയുണ്ടായി. മണ്ണുത്തിയിലെ കുടുംബശ്രീയുടെ അതിൽ ഒരു ട്രെയിനിങ് വന്നിരുന്നു. പൂവ് സംസ്കരിച്ചിട്ട് അതിൽ നിന്ന് ചന്ദനത്തിരി ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട്. അപ്പോഴാണ് അത് ഉണക്കി സൂക്ഷിച്ചെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് ചന്ദനത്തിരി ഉണ്ടാക്കി സെയില് പോകുന്നുണ്ട്. IFCയുടെ കീഴിൽ ഇപ്പൊ 2-3 പ്രാവശ്യമായിട്ട് സെയിൽ ചെയ്തു. IFCയുടെ ഉദ്ഘാടനത്തിന് പിന്നെ ചന്തയിൽ വെക്കാറുണ്ട്. ഇനിയിപ്പോ കുറച്ചും കൂടി കൂടുതലായിട്ട് ഉണ്ടാക്കണമെന്ന് ആഗ്രഹിക്കുന്നു. ചന്ദനത്തിരിയിൽ മരപ്പൊടിക്ക് പകരമായി ഉണക്കിപ്പൊടിച്ച ചെണ്ടുമല്ലി പൂക്കളാണ് ഉപയോഗിക്കുന്നത്. പൂവ് കൂടാതെ കൊത്തുമരപ്പൊടി, സുഗന്ധ എണ്ണ, കരിപ്പൊടി എന്നിവയാണ് ചന്ദനത്തിരി നിർമ്മാണത്തിന് ആവശ്യമുള്ളത്. സൗഗന്ധിക എന്ന പേരിലുള്ള ചന്ദനത്തിരി നിർമ്മാണം ഇപ്പോൾ പൂർണ്ണമായി കൈക്കൊണ്ടാണെങ്കിലും വൈകാതെ യന്ത്രവൽക്കരണത്തിലേക്ക് കടക്കാനാണ് ശ്രമം. TCV ന്യൂസ്, മാള.